നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് വിനോദിന് ചോറൊക്കെ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജോലിയെല്ലാം തീർത്തായിരുന്നു. എന്നിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയത്. പിന്നെ പാത്രം കഴുകും അങ്ങനെ അടുക്കിപ്പറക്കുള്ള പരിപാടികളൊക്കെ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം തീർത്തായിരുന്നു. അപ്പം വന്നതിന് ശേഷം അവർക്ക് രണ്ടുപേർക്കും, അച്ഛനും വിനോദിനും, ഞാൻ ഇന്ന് ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയായിരുന്നു കേട്ടോ രാവിലത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ കൊടുത്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിനോദിന് ചോറൊക്കെ എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വിനോദം പോവുകയാണ്. ആ സമയത്തൊന്നും മഴയില്ല കേട്ടോ. രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പം മഴയൊന്ന് കുറഞ്ഞ സമയം നോക്കിയാണ് ഞാൻ അമ്പലത്തിൽ പോയത്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോയപ്പം എനിക്ക് തുളസിയൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ട്, ഉണക്കത്ത് തുളസി കംപ്ലീറ്റ്, നല്ല വേനൽ സമയത്ത് എൻ്റെ തുളസി തൈകളെല്ലാം നശിച്ചു പോയായിരുന്നു കേട്ടോ. ഒറ്റ എണ്ണം പോലും ഇല്ലാണ്ട് എല്ലാം കരിഞ്ഞു പോയായിരുന്നു. തുളസിത്തറയിൽ എല്ലാം പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഈയിടെയാണ് ഞാൻ തുളസി വെച്ച് തുളസിത്തറയിലും പുതിയതായിട്ട് തൈയൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്നത് ഇന്ന് എൻ്റെ ക്ലോക്ക് താഴെ വീണ് കേട്ടോ. പൊട്ടിയില്ല, പക്ഷേ അത് മേലേന്ന് താഴെ വീണ്. അപ്പോൾ അത് ഞാനിവിടെ കൊണ്ടുവന്ന് ഒന്ന് വെച്ചൊക്കെ നോക്കുകയാണ്. അപ്പോൾ അവിടെയൊന്നും എനിക്ക് ശരിയാകുന്നില്ല. കാരണം എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നിടത്താണല്ലോ ക്ലോക്കിൻ്റെ ആവശ്യം. അപ്പോൾ ഇത് നേരെ ഞാൻ അടുപ്പിൻ്റെ നേരെ മേളത് ജനലിൽ കൊണ്ടുവന്ന് തൂക്കിയിട്ട് തൽക്കാലത്തേക്ക്. അതിന് ശേഷം പിന്നെ ബാക്കിയെല്ലാം ചെയ്യുന്നത് ഞാൻ അതൊരു 10 മിനിറ്റ് ഫാസ്റ്റാക്കിയാണ് ഞാൻ എപ്പോഴും അടുക്കളയിലെ ക്ലോക്ക് വെക്കുന്നത്. കാരണം ആ ഒരു കണക്ക് കൂട്ടലിലാണ് ഞാൻ ജോലികൾ തീർക്കുന്നത് കേട്ടോ. പിന്നെ അതേ കുഞ്ഞി വന്നിരിക്കുകയാണ്, അവൾക്ക് അടുത്ത ഫുഡ് വേണം. വിനോദിൻ്റെ വക രാവിലെ ഫുഡൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കാണുമ്പോൾ പിന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയെല്ലാം പണികളും ഒതുക്കിയത്. അപ്പോൾ ഞാൻ തുളസിയുടെ കാര്യം പറഞ്ഞു വരുമായിരുന്നു. അപ്പോൾ തുളസി തൈ എല്ലാം പോയതിന് ശേഷം ഇപ്പം നിറച്ച് തുളസികളായി കേട്ടോ. അപ്പം ഞാൻ അതിന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വിഷ്ണു ക്ഷേത്രത്തിൽ തുളസി കൊണ്ട് കൊടുക്കുന്നത്. അതായത് കൃഷ്ണൻ്റെ ഒരമ്പലത്തിൽ തുളസി കൊണ്ട് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ 10:30 ആയില്ല, ഇതൊരു 10:15 ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ജോലി കംപ്ലീറ്റ് തീർന്നു. അച്ചുവിൻ്റെ ഫുഡ് ഞാൻ അവിടെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. അവൻ കുറച്ച് കഴിയുമ്പം വന്ന് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അടച്ചു വെച്ചു. പിന്നെ ബാക്കി കംപ്ലീറ്റ് പണിയും അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് എന്തെങ്കിലും ചെടികളുടെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കാമെന്നൊക്കെ വെച്ചിട്ടാണ് എല്ലാ പണികളും ഒക്കെ ഒതുക്കിയെടുത്തത് കേട്ടോ. പക്ഷേ വെളിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കര മഴയാണ് ഈ സമയത്ത്. എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ ശരിക്കും വിചാരിച്ചത് കുറച്ച് ഫേണ് കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷേ നടക്കുന്നില്ല. ഇപ്പോൾ പോലും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പോലും പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഈ മഴയൊക്കെ നിന്നത് ഇങ്ങനെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നത് കാരണം ഞാനിനിയിപ്പം കാർ പോർച്ചിൽ തന്നെ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതുവഴിയൊക്കെ വെള്ളം ഒഴുകി വരും. അത് കാരണം പിന്നെ ഞാൻ ഇന്ന് മുറ്റത്തിറങ്ങി പ്രത്യേകിച്ചൊരു പണിയും ചെയ്തില്ല. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയെടുത്ത ഒരു സാറ്റിൻ പോത്തോസ് ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ വെള്ളത്തിൽ ഇതുപോലെ പ്ലേറ്റിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് എനിക്ക് അന്നേരം സമയം കിട്ടിയില്ലായിരുന്നു. ഇതിനെ എടുത്തൊന്ന് എല്ലാം കൂടെ ഇത് കൂട്ടി അങ്ങനെ വെക്കാൻ, ഞാൻ സാധാരണ വെള്ളത്തിൽ വെക്കുന്ന പോലെ വെക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ ഞാനിതിനെ ഇപ്പോൾ എന്തായാലും എനിക്ക് വെളിയിലൊരു പണിയും നടക്കത്തില്ല, എന്നാൽ ഇത് എല്ലാം ശരിയാക്കി വെക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇത് സാധാരണ നമ്മുടെ മറ്റുള്ള പോത്തോസിനെ പോലെ ഇത് ഒരു വഴങ്ങി കിട്ടത്തില്ല. ഇത്തിരി കട്ടിയാണ്, ഇലയും തണ്ടും കൂടെ ചേർന്നായിരിക്കുന്നത്. അതിങ്ങനെ ഒടിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ എല്ലാം ഒരുമിച്ച് കുറേ എടുത്ത് അങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇത് തീരെ അതിൻ്റെ ഒരു ചെറിയ വേര് മാത്രമേ ഉള്ളൂ കേട്ടോ.
ഒരു ചെറിയ കഷ്ണം, അതിന് ഇലയില്ല അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം ഞാൻ അതും കളഞ്ഞില്ല, അതും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അത് പയ്യെ വേര് വന്ന് പിന്നെ പയ്യെ ഇലയൊക്കെ വന്നോളും. അപ്പം ഞാൻ അതിനെ എല്ലാം ഓരോന്നായിട്ട് ഒരു 3-4 എണ്ണമായിട്ടാണ് റബ്ബർ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ 2 എണ്ണം അല്ലാതെ കമ്പ് ഇച്ചിരി നീണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ ഇറക്കി വെച്ച് കേട്ടോ. അപ്പോൾ എന്നിട്ടിത് ഒരു പരന്ന പാത്രത്തിലാണ് എല്ലാം കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഒന്നിൽ ഇട്ട് വെക്കാനായിട്ട് പറ്റത്തില്ല, അപ്പോൾ തെന്നിപ്പോവും. അത് കാരണമാണ് അങ്ങനെ ഇട്ട് വെച്ചത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഞാൻ വന്നിട്ട് തയ്ക്കാനിരുന്ന്. എൻ്റെ ചുരിദാറാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ മൊത്തം തയ്ച്ച് തീർത്തില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഞാൻ വളരെ പയ്യെയാണ് തയ്ക്കുന്നത്. ഒരു ചുരിദാറൊക്കെ വളരെ സമയം എടുത്തൊക്കെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.